ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ വാലി കോപ്ലാൻ മില്ലിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു, എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ ഇന്ന് എനിക്കത് എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ വീഡിയോസും പിക്ചേഴ്സും ഒക്കെ നിങ്ങളിവിടെ ഷെയർ ചെയ്യാം. അപ്പം അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ യൂഷ്വലി ശനിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പണാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നല്ല കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവ് ഉണ്ടാവണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വന്ന് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി പോവാം കേട്ടോ. നല്ല സ്ഥലമാണ്, നിങ്ങൾ വരിക, ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ. ഈ കാണുന്ന സ്ഥലമാണ് കൽക്കരി സ്റ്റോറേജ് ഏരിയ. ഇവിടെ ആയിരുന്നു അവർ കൽക്കരി സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാണുന്ന റൂമാണ് കിലൻ റൂം എന്ന് പറഞ്ഞത്. KILN, കിലൻ റൂം എന്ന് പറയും. ഈ കിലൻ റൂം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടതിൽ ഒരു കൽക്കരി സ്റ്റോറേജ് ഏരിയ. അവിടുന്ന് ഈ കൽക്കരി കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന ഫർണസിലിട്ട് കത്തിക്കും. ഈ ഫർണസിലിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ ചൂട് മേളിൽ ചെല്ലും. അവിടെ ഒരു തട്ടുണ്ട്. ആ തട്ടിൻ്റെ മണ്ടയ്ക്കാണ് നമ്മുടെ ഗോതമ്പും ചോളവും ഒക്കെ ഇട്ട് പൊടിപ്പിക്കുന്നതിന് മുമ്പ് ചൂടാക്കും. ഇതിനെ ചൂടാക്കി ഉണക്കുന്ന പരിപാടിയൊക്കെയാണ് ഇതിൻ്റെ മേളിൽ. അതിനു വേണ്ടിയുള്ള സംവിധാനമാണ് ഈ കിലൻസ് റൂം. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം നമ്മൾ ആ അറ്റത്ത് കാണുന്ന കണ്ടില്ലേ, അതാണ് വെയിങ് സ്കെയിൽ. ഇവിടാണ് നമ്മൾ ഈ ഗോതമ്പും ചോളവും ഈ ചാക്ക് കണക്കിന് കൊണ്ടുവന്നിട്ട് ഇവിടാണ് തൂക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ കയറ്. ഈ കയറിലാണ് ഈ ചാക്ക് കെട്ടി കപ്പിയും കയറും വെച്ച് മേളിൽ കയറ്റുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഈ എങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് അവർ കൊയ്തതും ഈ ധാന്യങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസാണ്. അത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതാണ് ഈ കിലൻസ് റൂം. ഇവിടെ ഈ വെയിങ് സ്കെയിലിനെ കുറിച്ച് കുറച്ച് ഇൻഫോർമേഷൻ ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഈ വെയിങ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഈ എങ്ങനെയാണ് ധാന്യങ്ങൾ പണ്ടത്തെ കാലത്ത് കുതിരപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇവിടാണ് ഈ ധാന്യങ്ങൾ അവർ ചാക്കിനകത്തിട്ട് വെയ് ചെയ്ത് പിന്നെ അതിനെ റെക്കോർഡ് ചെയ്യുക, എത്രയാണ് അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി അത് വെയ് ചെയ്തിട്ട് ഇവിടാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ്. പിന്നെ ഈ കിലൻ റൂം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷനും ഡയഗ്രമാണ് ഈ കാണുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ഏരിയയാണ് ഈ ഡ്രൈയിങ് ഫ്ലോർ. ഇതാണ് കിലൻസ് റൂമിൻ്റെ ഡ്രൈയിങ് ഫ്ലോർ. അതിൻ്റെ ഡയഗ്രാമും കുറച്ച് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസാണ്. ഇപ്പുറത്താണ്ട ജനാല പോലെയുള്ള ഏരിയയിൽ അത് ലോക്ക്ഡാണ്. അതിൻ്റെ ഉള്ളിലാണ് അവർ ഈ ധാന്യങ്ങളൊക്കെ ഇട്ട് ഉണക്കുന്നത്. ഈ കൽക്കരിയൊക്കെ ഉപയോഗിച്ച് ചൂടാക്കി അതിനെ അവിടെയാണ് ഉണക്കുന്നത്, പൊടിപ്പിക്കുന്നതെന്ന്. പിന്നെ വലിയ ചക്രമാണ്, അതാണ് അവിടുത്തെ പുള്ളി. കപ്പിയും കയറെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പുള്ളിയാണ്. അതിൽ നിന്നാണ് ഈ ചാക്ക്, താഴെ നിന്നുള്ള ചാക്ക് വലിച്ച് മേളിൽ കയറ്റുന്ന പരിപാടിയാണ് ഈ കപ്പിയും കയറുമുള്ള പരിപാടി. വലിയ ചക്രത്തിലാണ്. ഈ കയറി വരുന്ന ഇടമാണ് നമ്മുടെ മിസ്റ്റർ മാക്കിൽട്ടൺസിൻ്റെ വീട്. ഈ വീടിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. അപ്പം നമ്മുടെ മിസ്റ്റർ മാക്കിൽട്ടൺസിന് അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയാണെന്ന് ജീവിച്ചതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ്. എങ്ങനെയാണ് ഇവിടെ ഗ്യാസ് ലൈറ്റും ക്യാൻഡിൽസ് ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് വീട് ലൈറ്റ് ചെയ്തെന്നുള്ള സിസ്റ്റമാണ്. മിസ്റ്റർ മാക്കിൽട്ടൺ എന്ന് പറയുന്ന അയാൾ ഈ വിൻമില്ലിൻ്റെ ഓണറാണ്. ഈ കാണുന്ന മേശയും കസേരയൊക്കെ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ അവരെങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്തതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ദ മില്ലേഴ്സ് ഫാമിലി വെർ ലാർജ്ലി സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ദ ഡയറ്റ് ആൻഡ് വാസ് സിമ്പിൾ ആൻഡ് ഹെൽത്തി. അപ്പം അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, ആ ഷെൽഫ്, അതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പം മിസ്റ്റർ മാക്ബിൽട്ടൻ്റെ ഫാമിലിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. തോമസ് ആൻഡ് മേരി ആൻഡ് മാക്ബിൽട്ടൺ അവരായിരുന്നു ഈ വീട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞുള്ള ഇൻഫർമേഷൻസാണ്. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്തുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. പിന്നെ ഈ കാണുന്നതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു മഡ് വോളുണ്ട്. ആ മഡ് വോൾ എങ്ങനെ ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചെളിയും വൈക്കോലും കൂടെ ചേർന്ന് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാണ്.
അത് ചില പാർട്ട് ഓഫ് ദി കോട്ടേജിൽ അവരങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഈ ഭിത്തി പണിഞ്ഞേക്കുന്നതാണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ഇൻഫർമേഷൻസ്. നമ്മളിപ്പോൾ കയറി ചെല്ലുന്ന ഒരു ലിവിങ് ഹോളാണ് ഇത്. മിസ്റ്റർ മാക് ഗിൽട്ടൺസിൻ്റെ ലിവിങ് ഹോളാണ്. അപ്പം ഈ ലിവിങ് ഹോളിൽ നമുക്ക് കുറേ ഫർണിച്ചേഴ്സും അദ്ദേഹത്തിൻ്റെ കുറച്ച് വസ്തുക്കളൊക്കെ ഇവിടെ കാണാം. അപ്പം അവിടെ ഒരു മേശപ്പുറത്തൊരു ബൈബിള് കാണാം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെയർ, ഇരുന്നുകൊണ്ടിരുന്ന ചെയർ, പിന്നെ ഒരു ക്യാൻഡിൽ ഹോൾഡർ കാണാം, സോഫ കാണാം, കുറച്ച് പിക്ചേഴ്സ് ഭിത്തിയിലുണ്ട്, പിന്നെ അതേപോലെ ബുക്ക് ഷെൽഫുണ്ട്, ഒരു ചെറിയൊരു പ്രതിമ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പെട്ടി, പിന്നെ ആ വോളിൽ ഒരു പഴയൊരു ചിത്രമുണ്ട്. അത് മേരി ആൻ മാക്കിൾട്ടൺ ആണെന്ന് അറിയത്തില്ല, പക്ഷെ ആയിരിക്കും. പിന്നെ കുറച്ച് റെക്കോർഡിങ്സ്, ഒരു റെക്കോർഡിംഗ് ബുക്കുണ്ട്, പിന്നെ ഒരു പഴയ ഒരു ന്യൂസ് പേപ്പറിലോ അഡ്വർടൈസ്മെൻറ്റ് കാണാം. അതേപോലെ അദ്ദേഹത്തിൻ്റെ കുറേ റെക്കോർഡിങ്സൊക്കെ വെയ് ചെയ്ത് തൂക്കത്തിൻ്റെയൊക്കെ കാര്യങ്ങളും അതിൻ്റെ പൈസയുടെ കുറിപ്പൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കുറേ ഇൻഫർമേഷൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ലൈക്ക് പുഷ് ആൻഡ് പുള്ളി സിസ്റ്റംസ്, എങ്ങനെയാണ് ധാന്യങ്ങളൊക്കെ ഈ വിൻഡ്മില്ലിൻ്റെ ഉള്ളിൽ കയറ്റി അത് പൊടിപ്പിക്കുന്നത്, എന്ത് ഉപയോഗം വെച്ചാണെന്നുള്ളത്. അതിപ്പം അത് പുഷ് ആൻഡ് പുള്ളിയാണ്, കപ്പിയും കയറും. ഇതാണ് തോമസ് ആൻഡ് സാമുവൽ മാക്കിൾട്ടൺസ്, അയാളുടെ പഴയ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മോഡലാണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള മോഡലാണ്, എങ്ങനെയാണ് നമ്മുടെ ധാന്യങ്ങളൊക്കെ പൊടിപ്പിക്കുന്നതെന്നുള്ളൊരു മോഡൽ. ഇത് ഗ്രേറ്റർ സ്പർ വീൽ ആൻഡ് സ്പെയർ നട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, പിന്നെ അതിൻ്റെ ഈ വിൻഡ്മില്ലിൻ്റെ ഉള്ളിലുള്ള ഗിയറിംഗ് സിസ്റ്റംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു മെക്കാനിസം, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഫാൻ ടെയിലാണ്. ഫാൻ ടെയിൽ അറിയാമല്ലോ, ഈ വിൻഡിനെ ഫേസ് ചെയ്ത് ഏത് ഭാഗത്തോട്ടോ ഇത് പോകുന്നതനുസരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ദ ഫാൻ ടെയിൽ. ടേൺ ദ വൈറ്റ് പാഡൽസ് ഓഫ് ദ ഫാൻ ടെയിൽ, യു ആർ നൗ ആക്ടിങ് ആസ് ദ വിൻഡ്. എങ്ങോട്ടാണോ വിൻഡ് ഉള്ളത് അങ്ങോട്ട് നമുക്ക് തിരിക്കാം, അത് ഉദ്ദേശിച്ചാണ് അവർ വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഫാൻ ടെയിൽ. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രൈൻഡിങ് നട്ട്സ്. ഗ്രൈൻഡിങ് നട്ട് എന്ന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ മില്ല്, ധാന്യങ്ങളൊക്കെ പൊടിപ്പിക്കുന്ന മില്ല്. നമ്മൾ മുമ്പ് കണ്ട മോഡലില്ല, അതിൻ്റെ യഥാർത്ഥത്തെ വലിപ്പമാണ് കാണുന്നത്. കണ്ടോ? ഇവിടെ ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ ഒരു മോഡൽ വെച്ചിട്ട് കണ്ടോ? അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 ഗ്രൈൻഡിങ് വീലുണ്ട്. അപ്പം ഈ നടുക്കത്തെ ചക്രം ഉണ്ടല്ലോ, നടുക്കത്തെ ചക്രം ഈ നമ്മളുടെ വിൻഡ് മില്ലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അത് കറങ്ങുന്നതനുസരിച്ച് ഈ വിൻഡ് മില്ല് കറങ്ങുന്നതനുസരിച്ച് ഈ നടുക്കത്തെ ചക്രം കറങ്ങി ഈ 3 ഗ്രൈൻഡിങ് വീലും ഓപ്പറേറ്റ് ആവും. അതിലാണ് ഈ പല്ല് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിൻഡ്മിൽ ടവറിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പം അവിടെ ധാരാളം ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു ദ വിൻഡ്മിൽ ടവർ. അപ്പം ഇവിടെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇവിടെ എങ്ങനെയായിരുന്നു ഈ വിൻഡ്മിൽ ഓപ്പറേറ്റ് ചെയ്തതും, ധാന്യങ്ങൾ എങ്ങനെ കൊണ്ടുവന്നതും, ഇവിടെ എങ്ങനെയായിരുന്നു അതിനെ ഗ്രൈൻഡ് ചെയ്ത് പൊടിപ്പിച്ച് ഫ്ലോർ ആയതും, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇപ്പം പറഞ്ഞ പോലെ അഡ്ജസ്റ്റിംഗ് ദ മിൽ സ്റ്റോൺ, ഇതെങ്ങനെയാണ് മിൽ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇൻസൈഡ് ദ വിൻഡ്മിൽ ടവർ, അതിൻ്റെ ഓരോ സെക്ഷനായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻസ് ധാരാളമുണ്ട്. അതുപോലെ ലൈക്ക് ഇവിടെ കാണിക്കുന്ന പോലെ ടോപ്പ് ഫ്ലോറിൽ എന്താ നടക്കുന്നതെന്നും സ്റ്റോൺ ഫ്ലോറിൽ എന്താ നടക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻസ്, അതേപോലെ ഡ്രൈ ഫ്ലോർ അതിൻ്റെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻസ്, ഗിയറിംഗ് സിസ്റ്റം, ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താ നടക്കുന്നതെന്നുള്ളതും എല്ലാ ഇൻഫർമേഷൻസും അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഇംഗ്ലീഷിലാണ് അവർ എഴുതിയിരിക്കുന്നത്. എല്ലാം വളരെ ഫൈനായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പം ഇവിടെ തന്നെ കാണാം എങ്ങനെയാണ് ഗ്രെയിൻസ് അവിടുന്ന് പിന്നെ കിലിൻ റൂമിൽ നിന്ന് ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൊടിപ്പിക്കുന്നതെന്നുള്ള, അതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് വിൻഡ്മില്ലിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പൊടിപ്പിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത്, ഇത് ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ വിൻഡ്മിൽ പ്രവർത്തിക്കുന്നതും ഈ മില്ലിൻ്റെ ശബ്ദമൊക്കെ എങ്ങനെയാണെന്നുള്ള ഇന്നത്തെ അവർ നമ്മളെ കേൾപ്പിക്കും. അതിൻ്റെ ശബ്ദം നമുക്കൊന്ന് കേട്ടോ.
ഏരിയ നമ്മുടെ വിൻമില്ലിൻ്റെ മേലോട്ട് പോകാൻ, അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഏരിയ ആണ്. അതായത് സ്റ്റെയർ കേസൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും അത് കയറാൻ പറ്റില്ല. ബിക്കോസ് അതൊരു സ്റ്റീപ്പ് സ്റ്റെയർ കേസാണ്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടി അവർ ആരെയും അലോ ചെയ്യുന്നില്ല, അത് കൂട്ടിയിരിക്കും. അപ്പോൾ അതാണ് ആ ഏരിയ. പിന്നെ മില്ല് പ്രവർത്തിക്കുന്ന ശബ്ദം നമുക്കിപ്പോഴും കേൾക്കാം. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തെ ആ മില്ലൊക്കെ പ്രവർത്തിക്കുന്ന അതിൻ്റെ ശബ്ദമൊക്കെ എങ്ങനെ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള അതിനുള്ള നോയ്സും അവർ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മില്ല് പ്രവർത്തിക്കുന്ന കേട്ടിട്ടില്ലേ, അതേപോലെ നല്ല ശബ്ദം തന്നെയാണ് അവിടെ കേൾക്കുന്നത്. ഇതാണ് ബാലി കോപ്ലാൻഡ് വിൻമിൽ മോഡലിൻ്റെ ഒരു പ്രൊസഷൻ. ഈ വിൻമിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഇന്നത്തിൽ എങ്ങനെയാണ് ധാന്യങ്ങൾ പൊടിക്കുന്നതും ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഈ വിൻമിലിനുള്ളിൽ 4 ഫ്ലോറുണ്ട്. ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ധാന്യങ്ങളെല്ലാം ചാക്കിലാക്കി ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കപ്പിയും കയറും ഉപയോഗിച്ച് എത്തിക്കും. എന്നിട്ട് അത് ഹൂപ്പറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അതിനെ രണ്ടാമത്തെ ഫ്ലോറിലുള്ള ഗ്രൈൻഡ് മിൽ കൂടെ അത് പൊടിച്ചിട്ട് നാരോ ട്യൂബിൽ കൂടെ വന്ന് ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് അത് ഫിൽട്ടർ ചെയ്ത് അത് ചാക്കിലാക്കി അവിടെ സൂക്ഷിക്കും. അപ്പം ഈ ഗ്രൈൻഡ് മില്ല് കറങ്ങണമെങ്കിൽ ഇതിന് ഊർജ്ജം വേണമല്ലോ. ആ ഊർജ്ജം ഇവിടുന്ന് കിട്ടുന്ന ഈ വിൻമിൽ കറങ്ങുന്നതനുസരിച്ച് മൂന്നാമത്തെ ഫ്ലോറിലുള്ള ഡ്രൈ വീല് കറങ്ങുന്നതനുസരിച്ചാണ് ഈ ഗ്രൈൻഡ് മിൽ കറങ്ങുന്നതും ഈ സാധനം പൊടിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ.
ഇവിടെ ഒരു ചെറിയൊരു അനിമേഷൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ധാന്യങ്ങൾ പൊടിക്കുന്നതും ഉണക്കുന്നതും ഒക്കെ. അപ്പം നമ്മൾ മുമ്പ് കണ്ട പോലെ ഈ നമ്മുടെ കിലിൻസ് റൂമില്ലേ, കിലിൻസ് റൂമിൽ നമ്മൾ ഈ ചാർക്കോൾ കൊണ്ടുവന്ന് കത്തിച്ച് ഇതിനെ ചൂടാക്കി, ഇതിൻ്റെ മേൽഭാഗം ചൂടാക്കി അവിടെയാണ് ഈ ധാന്യങ്ങളെല്ലാം ഉണക്കുന്നത്. അത് അവർ സ്പ്രെഡ് ചെയ്തിട്ട് അവർ ഉണക്കും. അത് ഉണക്കി കഴിഞ്ഞിട്ട് അതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് ചാക്കിനകത്താക്കി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വിൻമില്ലിൽ കൊണ്ടുവരും. വിൻമില്ലിൻ്റെ ഉള്ളിൽ ഈ ചാക്ക് ഒരു കപ്പിയും കയറും ഉപയോഗിച്ച് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുവരും. കണ്ടോ, ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് ഈ ധാന്യങ്ങളെല്ലാം ഈ ഹൂപ്പിലൂടെ ഇടും, ഈ കാണുന്ന ഹൂപ്പിലൂടെ ഇടും. ഈ ഹൂപ്പിൽ നിന്ന് വീഴുന്ന ധാന്യങ്ങളെല്ലാം ഈ കല്ലിനകത്ത് വീഴും. ഈ കല്ല് കറങ്ങണ്ടേ, കല്ല് കറങ്ങണമെങ്കിൽ ഈ വിൻമില്ല് കറങ്ങണം. അപ്പോൾ ഈ വിൻമില്ല് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഈ കല്ല് കറങ്ങും. കണ്ടോ, ഈ കല്ല് കറങ്ങുമ്പം പിന്നെ ഈ ധാന്യങ്ങൾ അന്നത്തെ വീണ് പൊടിഞ്ഞുകൊണ്ടിരിക്കും. ഈ പൊടിഞ്ഞ് അതിലൊരു ചെറിയൊരു നാരോ ട്യൂബുണ്ട്. ഈ നാരോ ട്യൂബിൽ കൂടെ ഈ സംഭവം ഏറ്റവും താഴത്തെ ഫ്ലോറിലെത്തും. ഈ വിൻമില്ല് കാറ്റടിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഈ സ്റ്റോൺ മില്ല് കറങ്ങിക്കൊണ്ടിരിക്കും. സ്റ്റോൺ കറങ്ങി കണ്ടോ, ഈ ചെറിയ നാരോ ട്യൂബുണ്ട്, അതിലോട്ട് വീണ് ഏറ്റവും താഴത്തെ ഫ്ലോറിലെത്തും, ചാക്കിലാകും.